ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും കുറച്ച് ലൈക്ക് തരാനും അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ബൈനാൻസ് ആൽഫ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബൈനാൻസ് ആൽഫ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ലെയറേജ് ആയിക്കോട്ടെ, ആൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ബൈനാൻസ് ആൽഫയിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബൈനാൻസ് ആൽഫ എന്നുള്ളൊരു കാര്യം. അപ്പോൾ 90% ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ബൈനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച്. ഈ ഒരു എക്സ്ചേഞ്ച് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനും അല്ലെങ്കിൽ അതിലുള്ള അതിൻ്റെ ഇൻകം കൂട്ടാനും വേണ്ടി ഓരോരോ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് IDO എന്ന്, ഇല്ലെങ്കിൽ ഇനീഷ്യൽ DX ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. IDO പ്രൈസ് ഓഫ് പല ടോക്കണിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന ഒരു പ്രൈസ് വെച്ചിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത് ലോഞ്ച് ആവുന്ന സമയത്ത് ആ ഒരു പ്രൈസിനേക്കാളും കുറഞ്ഞാലും കൂടിയാലും നമുക്ക് അതിന് ഒരു റിവാർഡ് കിട്ടുക. സ്റ്റേക്കിംഗ് ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ പൈസ ഇടുക എന്നുള്ളൊരു കാര്യം മാത്രം. ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ കൂടുതൽ ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം പൈസയുള്ള വെയിൽസ് എന്ന് പറയുന്നില്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ബൈനാൻസ് വിചാരിച്ചു സാധാരണക്കാരായ നോർമലായിട്ടുള്ള യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷനിലുള്ള ഒരു കാര്യം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബൈനാൻസ് ആൽഫ പോയിന്റ്സ് ഏൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ബൈനാൻസ് ആൽഫ പോയിന്റ്സ് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പാസ്സായിട്ടിരിക്കണം. ഇപ്പോൾ അവർ ക്രൈറ്റീരിയ പറയുകയാണ്. ഇപ്പോൾ ഒരു എയർ ഡ്രോപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഒരു ആൽഫയിൽ 3-4 ടൈപ്പിൽ നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാം. ഇല്ലെങ്കിൽ ആൽഫ ട്രേഡിംഗ് ചെയ്തിട്ട് ആൽഫ ടോക്കൺസ് ഉണ്ടാവും. ആ ടോക്കൺസ് ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പോയിന്റ്സ് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടാവും, അത് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു $100 വർത്തുള്ള എന്തെങ്കിലും കാര്യം ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൽഫ പോയിന്റ്സും, അതേപോലെ തന്നെ $1000 വർത്തുള്ള എന്തെങ്കിലും കാര്യം ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആൽഫ പോയിന്റ്സും, അത് 10,000 ആകുമ്പോൾ 3 ആൽഫ പോയിന്റ്സും, 1,00,000 ആകുമ്പോൾ 4 ആൽഫ പോയിന്റ്സും ആണ് ഇതിൽ കിട്ടുക. അപ്പോൾ വളരെയധികം പൈസ ഇടണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ട്രേഡിംഗ് ഓപ്ഷൻ. നിങ്ങൾ $2 വർത്തുള്ള എന്തെങ്കിലും ഒരു ആൽഫ ടോക്കൺ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റും ഇല്ലെങ്കിൽ 1 പോയിന്റും, $4 വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 2 പോയിന്റും, $6 വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 3 പോയിന്റും, $8 വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 4 പോയിന്റും, അങ്ങനെ ഏൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു പോയിന്റ്സ്, ആൽഫ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ എത്രത്തോളം ആൽഫ പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് മേ ബി ഫ്രീ ആയിട്ട് നമുക്കൊരു റിവാർഡ് കിട്ടാം, ഇല്ലെങ്കിൽ നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ റിവാർഡ് കിട്ടാം. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റ് അവിടെ ഈ ഒരു എയർ ഡ്രോപ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആൽഫ എയർ ഡ്രോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അവരൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവും. ഇത്രത്തോളം പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, സ്റ്റേക്കിംഗ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് ലെയറേജിൻ്റെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസിസ്റ്ററിൻ്റെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ആൽഫ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യണം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഏൺ ചെയ്തേ പറ്റൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂടുതലും ലിക്വിഡിറ്റി അധികമുള്ള ടോക്കൺസ് ചൂസ് ചെയ്യുക. സൊലാനി വരുന്നതും BNB ഇല്ലെങ്കിൽ ഒരു ബിനാൻസിൽ BNB ചെയിനിൽ വരുന്ന ഓരോ ടോക്കണും നിങ്ങൾ എടുക്കുക. അതും വളരെയധികം വർത്തുള്ള ടോക്കൺസ് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ വേറെ ഏതൊരു ടോക്കൺസ് എടുത്താലും ഇതൊക്കെ മേ ബി മീം കോയിൻസ് ആയിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം പൈസ പോവാനും വരാനും കിടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിനാൻസ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ ഇതിലേക്ക് പെടണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്ക് പെടണ്ട എന്നാണ് പറയുക. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ ഇതിൽ വെച്ചാൽ എനിക്ക് അടുത്ത ആഴ്ച വന്ന് എടുക്കാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരുപാട് ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവർക്കൊക്കെ ആൽഫ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. സപ്ലൈ USDT ടു ഷെയർ എത്ര $1,50,000 ഇൻ റിവാർഡ് ഇൻ മാപ്പിൾ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇവൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആൽഫ എയർ ഡ്രോപ്പ്, ആൽഫ TG അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ ഹോമിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ് ആൽഫ ടോക്കൺസ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൻസിസ്റ്റർ ഇപ്പം തന്നെ അതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ആൻസിസ്റ്ററിൻ്റെ ആൽഫ ഇവൻറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോഴും നമ്മൾ മുമ്പ് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ പോയിന്റ്സ് ഏൺ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എയർ ഡ്രോപ്പ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ എയർ ഡ്രോപ്പ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൻസിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പോയിന്റ്
മിനിമം റിക്വയർഡ് എന്ന് പറയുന്നത് 207 അപ്പോൾ ഈ 207 പോയിന്റ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട് മേ ബി 3 BNP ഒക്കെ കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈ എയർ ഡ്രോപ്പിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് എലിജിബിൾ ആവാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആൽഫ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ലെയർ എഡ്ജ് എടുത്തോ, ആൻസിസ്റ്റർ എടുത്തോ, ഇത് കമ്മ്യൂണിറ്റിക്കുള്ള അലോക്കേഷൻ ആർക്ക് പോവും? ഇങ്ങനെയുള്ള ആൽഫ ട്രേഡേഴ്സിന് പോവും. അപ്പോൾ ആൽഫ ട്രേഡേഴ്സ് ആൾറെഡി തന്നെ ഇത് ഏർലി അസസും കിട്ടും, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനും പറ്റും, പൈസ ഇടാനും പറ്റും. അപ്പോൾ സാധാരണക്കാരായ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധാരണക്കാരായ പൈസയൊന്നും മുടക്കാത്ത കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് ഒരു പൈസയും കിട്ടാതെ അല്ലെങ്കിൽ വളരെയധികം ചെറിയൊരു ടോക്കൺ അലോക്കേഷൻ കിട്ടിയിട്ട് വലിയ റിവാർഡൊന്നും കിട്ടാതെ പോകുന്ന ഒരു ഓപ്ഷനാണ് ബൈനാൻസ് ആൽഫയിൽ ലിസ്റ്റ് ആവും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടും ബൈനാൻസ് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബൈനാൻസ് പോയിന്റ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യണം, കാശ് മുടക്കണം. അപ്പോൾ എന്തായാലും ഞാനൊരു ചാനലിൽ എൻ്റെ ചാനലിൽ ഞാൻ പൈസ ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു $100 എങ്കിലും നിങ്ങളിൽ മിനിമം ഉണ്ടെങ്കിലാണ് നമുക്ക് പോയിന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഏൺ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പരമാവധി ഞാൻ റിപ്ലൈ തരാൻ നോക്കാം. അതോടൊപ്പം ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ 100% ശ്രദ്ധിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.